മക്കൾസ് വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. അപ്പം മക്കളെ നമ്മുടെ പരീക്ഷാ സമയമായില്ലേ, പരീക്ഷയാണ്. അപ്പം മിടുക്കരായിട്ട് പഠിക്കണം. അപ്പം നിങ്ങളുടെ സമയം ഒന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സാമിന് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് സയൻസിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നത്. സോ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, അതിന്റെ 3 യൂസസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പിക്ചറിൽ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആൻഡ് ചന്ദ്രയാൻ 1 കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എടാ മക്കളെ, എന്താണ് കൃത്രിമോപഗ്രഹം എന്ന് പറഞ്ഞാൽ പേര് തന്നെയുണ്ട്. നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത മനുഷ്യനിർമ്മിതമായിട്ടുള്ള യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ക്യാമറയും മറ്റ് ഉപകരണങ്ങളും ഘടിപ്പിച്ചിട്ടുള്ള യന്ത്ര സംവിധാനങ്ങള് നമ്മളെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആകാശത്ത് നോക്കുന്ന സമയത്തേ ചിലപ്പോൾ നമുക്ക് വിമാനം ഇങ്ങനെ പോകുന്നത് പോലെ തന്നെ വേറെ 100 സാധനങ്ങൾ ചുറ്റുന്നത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? പല യൂസസ് ഉണ്ട് ആക്ച്വലി. നമ്മൾ GPS പോലെയുള്ള ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പോലെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്കൂളും അതുപോലെ നിങ്ങളുടെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒക്കെ വലിയ സൂം ചെയ്ത ഇതേപോലത്തെ പിക്ചേഴ്സ്. ഇപ്പം ഇവിടെ എൻ്റെ വീടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സൂം ചെയ്തിട്ടുള്ള പിക്ചർ എവിടെ കിട്ടുള്ളൂ? അതൊക്കെ ദൂരെ നിന്ന് മാത്രമേ കിട്ടുള്ളൂ അല്ലേ? സോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. സോ മെനി മെക്കാനിക്കൽ ഡിവൈസസ് ഇൻക്ലൂഡിംഗ് cameras, various instruments created by humans have sent into the space. They constantly revolving around the earth. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പറയുക ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. സച്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് പ്രൊവൈഡ് സർവീസ് ലൈക്ക് GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. They enable us to view the satellite images, houses, schools and other places of mobiles and computer എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഇത് മാത്രമാണോ ചോദിച്ചല്ല, ഒരുപാട് യൂസസ് ഉണ്ട്. ഇപ്പോൾ റിമോട്ടിംഗ് സെൻസസ്, വിദൂര സംവേദനത്തിന് വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഹലോ എന്ന് പറയുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരാൾ ഹലോ പറയണമെങ്കിൽ എങ്ങനെയാ മൊബൈൽ ഫോണിൽ കേൾക്കാൻ പറ്റുന്നത്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന്റെ സഹായത്തോടെയാ. അതേപോലെ റേഡിയോയിൽ പാട്ട് കേൾക്കുന്നത്, ആകാശവാണി തൃശ്ശൂർ വാർത്തകൾ കേൾക്കുന്നത് റിമോട്ട് സെൻസിങ് ആണ്. നാവിഗേഷൻ, നമ്മുടെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഗൂഗിൾ മാപ്പ് അല്ലേ, നമ്മൾ പറയില്ലേ യുവർ ഡെസ്റ്റിനേഷൻ ഈസ് ഓൺ ദ ലെഫ്റ്റ്, യു ഗോ റൈറ്റ്, ഗോ ലെഫ്റ്റ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ? ഈ പറയുന്ന സാറ്റലൈറ്റിന്റെ സഹായമാണ്. സയൻസ് എക്സ്പെഡീഷൻ, ശാസ്ത്ര പര്യവേഷണങ്ങൾക്ക്, റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. വിഭവ സ്രോതസ്, ഡിസ്കവറി മാപ്പിംഗ് സോഴ്സസ് അല്ലേ. ഇപ്പം ഇവിടെ നല്ല വില കൂടിയിട്ടുള്ള സാധനങ്ങളുണ്ട്, ഇതിന്റെ ഭൂമിയുടെ അടിയിൽ നിന്ന് ഇത് കിട്ടും എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ? ഇതൊക്കെ വെച്ചിട്ടാണ്. പിന്നെ ഡിഫൻസ്, പ്രതിരോധം എന്ന് വെച്ചാൽ പട്ടാളത്തിലും കാര്യത്തിലൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന ശത്രുക്കളെയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറെ ഇനത്തിന് മിസ്സോടെ വെച്ചിട്ടുണ്ട്. ഇതും എൻ്റെ മക്കൾ ഷുവറായിട്ടും പഠിക്കണം. എപ്പോഴും എക്സാമിന് ചോദിക്കും. ഇൻസാറ്റ് എന്തിനാ? വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ട്. എഡ്യൂസാറ്റ് പേര് തന്നെ എഡ്യൂക്കേഷന്. അപ്പൊ വാർത്തകൾ വായിക്കുമ്പോൾ ഞാൻ ഇന്നാണെന്ന് ആലോചിക്കാം. അപ്പൊ ഇൻസാറ്റ് വാർത്താവിനിമയം, എഡ്യൂസാറ്റ് എഡ്യൂക്കേഷൻ. IRNSS ഗതി നിർണയത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ മാപ്പും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം. അപ്പൊ ജോഗ്രഫിക്കൽ ആണ് കാർട്ടോസാറ്റ്. അപ്പൊ കാട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു? ജോഗ്രഫി പഠിച്ചു. കാർട്ടൂൺ കണ്ട് ജോഗ്രഫി പഠിച്ചു. കാർട്ടോസാറ്റ് ജോഗ്രഫി. ആലോചിക്കാൻ സിമ്പിൾ ട്രിക്ക് കിട്ടിയില്ലേ? ആസ്ട്രോസാറ്റ് ആസ്ട്രോണോമി. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം, പേര് തന്നെ കണക്ട് ചെയ്യുക അല്ലേ. GSAT എമിസാറ്റ് ഡിഫൻസില്. അപ്പൊ ഡിഫൻസ് പോയി സാറ്റ് കളിച്ചു. അപ്പൊ ഡിഫൻസ് സാറ്റ് കളിച്ചു, ഡിഫൻസ് എമിസാറ്റ് ആൻഡ് അതേപോലെ GSAT അതിനുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഏതൊക്കെയാന്നുള്ളത് എപ്പോഴും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. അത് പരസ്പരം ഷഫിൾ ചെയ്തൊക്കെ ചോദിക്കും, പഠിച്ചു വെക്കുക. പിന്നെ നമ്മളോട് ചോദിച്ചത് ഇത് എന്താണെന്നാ. ഇത് എന്താണ് മക്കളെ? ഇത് റോക്കറ്റ് ആണ് അല്ലേ. നമുക്കറിയാം എന്താ റോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹിരാകാശത്തോട്ട് സ്പേസിലോട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇപ്പം നമ്മൾ ബഹിരാകാശ പേടകമായിക്കോട്ടെ, അതുപോലെ ഉപഗ്രഹങ്ങളായിക്കോട്ടെ, ഇതിലൊക്കെ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് റോക്കറ്റ് എന്ന് പറയുന്നത്. റോക്കറ്റ് ആർ ദ വെഹിക്കിൾ യൂസ് ടു ലോഞ്ച് സാറ്റലൈറ്റ് സ്പേസ് ക്രാഫ്റ്റ് ഇൻ ടു സ്പേസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അപ്പം അതും ക്ലിയർ ആയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. പിന്നെ ചാന്ദ്ര ദൗത്യങ്ങൾ എന്തൊക്കെയാ? ചന്ദ്രയാൻ 1 ഉണ്ട്. ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? 2008 ഒക്ടോബറിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ഇറ്റ് ഈസ് ലോഞ്ച് ഓൺ October 22, 2008 ഫ്രം ദ ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട. എന്തിനു വേണ്ടിയിട്ടാ? ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ചിട്ട്, ലൂണാർ സർഫസിനെ പറ്റി പഠിക്കാൻ. എന്താ ലൂണാർ സർഫസ് എന്ന് പറഞ്ഞാൽ? ഇപ്പം ചന്ദ്രന്റെ ഉപരിതലം പറയുന്ന പോലെ, ഇപ്പം എൻ്റെ ഫോണിന്റെ ഉപരിതലം പറഞ്ഞാൽ ഈ ഒരു ഭാഗം, പുറമേയുള്ള ഭാഗം, അതുപോലെ ചന്ദ്രന്റെ പുറമേയുള്ള ഭാഗമാണ് സർഫസ് എന്ന് പറയുന്നത്. സോ ലൂണാർ സർഫസ് അല്ലെങ്കിൽ ചന്ദ്രന്റെ ഉപരിതലത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചിട്ടുള്ളത് കേട്ടോ. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനോട്ട് മിസ് പോവാണ്. ചിത്രം നിരീക്ഷിച്ച നക്ഷത്രത്തിന്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് മാസത്തിലാണ് വിസിബിൾ ആകുന്നത്? ഇതിനെക്കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞു. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ലുക്കിൽ എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്ന അല്ലേ. അപ്പൊ അമ്പം മെല്ലം പിടിച്ച് നിൽക്കുമ്പോൾ അതാരാ? വേട്ടക്കാരനാണ്, ഹണ്ടർ ആണ്, ഓറിയോൺ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു.
എന്തൊക്കെയാ ഓരോയുടെ സ്പെഷ്യാലിറ്റി? നമുക്ക് നേക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റുന്ന ആളാണ് അല്ലേ. ഡിസംബർ മാസത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ കാണാൻ കഴിയുന്ന ആളാണ്. നേക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റുന്നതല്ല, ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്ക് ഭാഗത്ത് കാണുന്നതാണ് അല്ലേ. അപ്പൊ എന്താണ് ഇത്? കോൺസ്റ്റലേഷൻ വിസിബിൾ ഇൻ ദ എർത്ത് ആൻഡ് ഹൊറിസോൺ അറ്റ് ദ ഡിസ്ക് ഓഫ് ഡിസംബർ. വെൻ സ്റ്റാർസ് ആർ കണക്റ്റഡ് വി ക്യാൻ ഇമാജിൻ ദ ഷേപ്പ് ഓഫ് ഹണ്ടർ, ഹെൻസ് വി ഗീവ് ദ നെയിം ഹണ്ടർ. അപ്പൊ ഇതിങ്ങനെ ഈ സ്റ്റാറുകളെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു വേട്ടക്കാരൻ, അമ്പും വില്ലും പിടിച്ച വേട്ടക്കാരൻ നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ഹണ്ടർ അല്ലെങ്കിൽ ഓരിയോൺ എന്ന പേര് വന്നിട്ടുള്ളത്. ഇതിന് എന്താണ് ഓരിയോൺ എന്ന പേര്? ഒരു വേട്ടക്കാരനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീക്കിൽ ഈ ഒരു പേര് വന്നതെന്നും നിങ്ങൾ ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പൊ അത് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഹണ്ടർ മാത്രമല്ല ബാക്കിയുള്ളതും പഠിച്ചു വെക്കണം. എക്സാം സപ്തർഷീസ് ഒക്കെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ്. നമ്മുടെ രാജ്യത്തും ഇത്തരം കേന്ദ്രത്തെ കുറിച്ചിട്ടുള്ള വിവരം നൽകിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ 1971 പ്രവർത്തനം ആരംഭിച്ചു. ഏതാണിത്? റോക്കറ്റ് ലോഞ്ചസ് ആർ ക്യാരിഡ് ഔട്ട് ഓഫ് ദ സർട്ടൻ സ്പെഷ്യൽ സെന്റേഴ്സ്. സം ഇൻഫർമേഷൻ അബൌട്ട് സച്ച് സെന്റേഴ്സ് ഓഫ് ദ കൺട്രീസ് ആർ ഗിവൺ. ഇതിൽ നിന്ന് ഏത് ലോഞ്ച് പാഡ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിനെ പറ്റിയാണ് അല്ലേ. എന്താ സതീഷ് ധവാൻ സ്പേസ് സെന്റർ? നമുക്കറിയാൻ പറ്റും ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പറയുന്നത്. 1971 ഇത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. 2 ലോഞ്ചിങ് പാഡ്സ് അതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതും അതുപോലെ തുമ്പ റോക്കറ്റും രണ്ടും പഠിക്കാനുണ്ട്. രണ്ടും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് തന്നെയാണ്. തുമ്പ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാൻ സിമ്പിൾ ആണ്. നമ്മുടെ തിരുവനന്തപുരം, നമ്മുടെ കേരളത്തിലാണ് തുമ്പ. തിരുവനന്തപുരം തുത്തൊരു തുമ്പയാണ്. തിരുവനന്തപുരം പഠിച്ചു വയ്ക്കാം. തിരുവനന്തപുരത്തെ തുമ്പയാണ്. അത് ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാണ്. 1963 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സ്ഥാപിതമായിട്ടുള്ളതാണെന്നും പറയാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഇനി റിവിഷൻ ചെയ്ത് പഠിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് നമ്മുടെ പൃഥ്വിയുടെ എൻഡ് ഗെയിം ബാച്ച് എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇനി റിവിഷൻ മാത്രമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് തരും. കാര്യം എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള എക്സാമിന് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ബാച്ചിലും കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയുള്ള എല്ലാ പരീക്ഷകളും ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്മസ് എക്സാമും പബ്ലിക് എക്സാമും ഒക്കെ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാമിന് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് ലൈവിൽ കാണാം, വീഡിയോസിൽ കാണാം. ബൈ ബൈ.